ഈ കേക്കിന്റെ കളറൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചോക്ലേറ്റ് കേക്കാണെന്ന്. പക്ഷെ അല്ല ട്ടോ. നമ്മുടെ കോഫി കേക്കാണേ. കാപ്പിപ്പൊടി കൊണ്ട് ദാ ഇതുപോലെ ചീനച്ചട്ടിയിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല പഞ്ഞി പഞ്ഞി പോലെ ഒരു കേക്കിന്റെ റെസിപ്പിയാട്ടോ ഇന്നത്തേത്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ദാ അതിനായിട്ട് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രൂവിന്റെ കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് പൊടിച്ചു വെച്ച 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്ററോ മുട്ടയോ അതുപോലെ തന്നെ തൈരോ ഓവനോ ഒന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ. ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കാപ്പിപ്പൊടിയുടെ ആണെങ്കിലും കട്ടകളൊക്കെ നല്ലോണം മാറി ശരിക്കും ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തന്നെ റിഫൈൻഡ് ഓയിലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പിഞ്ച് മാത്രം മതി. വീണ്ടും ഹാൻഡ് വിസ്ക് വെച്ച് ശരിക്കും ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഓയിലൊക്കെ പാലും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ആയിട്ട് നന്നായിട്ട് ഒന്നിങ്ങ് യോജിച്ച് വരണം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മൈദയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മിൽക്ക് പൗഡർ ഓപ്ഷണൽ അല്ല കേട്ടോ, നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റിൽ നമ്മുടെ ഈ കോഫി കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് ഒന്നിങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ച് ശരിക്കും ഒന്നിങ്ങ് മിക്സാക്കി കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച പാലൊന്നുമില്ല, സാധാരണ കവർ പാല് തന്നെയാണ്. അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കിന്റെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു പരുവം കറക്റ്റ് ആണ്. ഒരുപാട് ലൂസ് കൂടുതലൊന്നുമില്ല, എന്നാൽ തീരെ കുറഞ്ഞ് നല്ല കട്ടിയൊന്നും ആയി പോയിട്ടില്ല. പാകത്തിനായിട്ട് മിക്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കേക്ക് ടിന്നിലേക്ക് ചുറ്റും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുക. അതിൻ്റെ നടുക്കിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലേക്കും ചുറ്റും ഓയിലാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തൊട്ടടുത്ത് തന്നെ ഒരു നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടി നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ നന്നായിട്ട് ഒന്നുങ്ങ് ചൂടായി വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ശരിക്കും ഒന്നിങ്ങ് കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതേ ഉള്ളൂ. എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ നടുക്കിലേക്ക് നമ്മുടെ കേക്ക് ടിന്നും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റും കേട്ടോ ഞാൻ വെച്ചിരുന്നത്. ഏറ്റവും മുകളിൽ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് റെഡിയായി വരട്ടെ. ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോഴും ഉടനെ തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇതുപോലെ ഒരു കത്തിയോ സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. നമുക്ക് എടുത്ത് താഴെ ഇറക്കി വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിന്റെ പരിപാടി എന്ന് പറയുന്നത്. മുട്ടയോ തൈരോ ബീറ്ററോ ഓവനോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കേക്ക് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ നല്ല ചൂട് ചായക്കൊപ്പം കാപ്പിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കേക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടാവും. മാത്രമല്ല റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമല്ലേ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.